CPM-ന്റെ ഉരുക്ക് കോട്ടയാണ് പയ്യന്നൂർ. ആ ഉരുക്ക് കോട്ട വിട്ടുകൊടുക്കാൻ CPM തയ്യാറായിട്ടില്ല. CPM-ന്റെ ഉരുക്ക് കോട്ടയായ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇക്കുറി പോരാട്ടം പാർട്ടിക്ക് അകത്തു തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പായി. സിറ്റിംഗ് MLA TI മധുസൂദനൻ വീണ്ടും ജനവിധി തേടാൻ ഒരുങ്ങുന്നു. അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് പുറത്തായ മുൻ ഏരിയ സെക്രട്ടറി B കുഞ്ഞികൃഷ്ണനെ വിമതനായി രംഗത്തിറക്കാൻ നീക്കം സജീവമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിലെ കാര്യ ഡിവിഷനിൽ CPM ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തറപറ്റിച്ച് വൻ വിജയം നേടിയ DYFI മുൻ നേതാവ് C വൈശാഖാണ് കുഞ്ഞികൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾക്ക് ചരട് വലിക്കുന്നത്. രക്തസാക്ഷി, ധനരാജ് ഫണ്ട്, പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ട് എന്നിവയിൽ TI മധുസൂദനൻ ക്രമക്കേട് നടത്തിയെന്ന B കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ പാർട്ടിയെ പ്രതിരോധത്തിൽ ആക്കിയിരുന്നു. ഈ ആരോപണത്തിന് പിന്നാലെ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പയ്യന്നൂരിലെ ഒരു വിഭാഗം പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിന് ശക്തമായ പിന്തുണയുണ്ട്. കഴിഞ്ഞ തദ്ദേശ പോരിൽ 63% വോട്ട് നേടി വിജയിച്ച വൈശാഖന്റെ കരുത്തിൽ കുഞ്ഞികൃഷ്ണനെ സ്വതന്ത്രനായി നിർത്തി മധുസൂദനനെ വീഴ്ത്താനാണ് വിമതപക്ഷത്തിന്റെ പ്ലാൻ. രക്തസാക്ഷി ഫണ്ടിലെ തിരിമറി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രധാന ആയുധമാകും. കുഞ്ഞികൃഷ്ണൻ പുറത്തിറക്കിയ പുസ്തകത്തിലെ വിവരങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് വിമതരുടെ കണക്കുകൂട്ടൽ. CPM-ന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ വൈശാഖനും സംഘത്തിനും കഴിയുമെന്ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്രനായി മത്സരിച്ചാൽ UDF പിന്തുണ നൽകും. അതിനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പയ്യന്നൂരിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച മധുസൂദനന് ഈ വിമത നീക്കം വലിയ വെല്ലുവിളിയായി മാറും. പാർട്ടി കോട്ടകളിൽ വിള്ളലുണ്ടായാൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ഭയക്കുന്നുണ്ട് CPM. ചുവപ്പിന്റെ കരുത്തിൽ മധുസൂദനൻ വീണ്ടും ജയിക്കുമോ, അതോ UDF-ന്റെ കരുത്തിൽ കുഞ്ഞികൃഷ്ണൻ അട്ടിമറി നടത്തുമോ? ഇതാണ് പയ്യന്നൂർ ഉറ്റു നോക്കുന്നത്. എന്തായാലും പയ്യന്നൂരിൽ പോരാട്ടം തീപാറും എന്നുള്ളത് ഉറപ്പാണ്. ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ താനില്ലെന്ന് പറഞ്ഞിരുന്നു കുഞ്ഞികൃഷ്ണൻ. മത്സരിക്കാൻ താനില്ലെന്നും അന്ത്യം വരെ കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് താൻ നിലപാട് സ്വീകരിക്കും എന്നാണ് കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ പറയുന്നത്. അത് വലിയ ഒരു സൂചനയാണ്. UDF കുഞ്ഞികൃഷ്ണനെ ചാക്കിട്ട് കഴിഞ്ഞു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂർ നിലനിർത്തുക എന്നുള്ളത് അവരുടെ അഭിമാന പ്രശ്നമാണ്. കാരണം പയ്യന്നൂരിൽ CPM മാത്രമേ ഇതുവരെ വിജയിച്ചിട്ടുള്ളൂ. മധുസൂദനനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയതിൽ പയ്യന്നൂരിലെ ഒരു വിഭാഗം വിമതർക്ക് ശക്തമായ എതിർപ്പുണ്ട്. ആ എതിർപ്പ് B കുഞ്ഞികൃഷ്ണനിലൂടെ അവർ പ്രകടിപ്പിക്കും എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും യുദ്ധം മുറുകുകയാണ് പയ്യന്നൂരിൽ. പയ്യന്നൂർ കേരളത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുന്നു. സാധാരണ പയ്യന്നൂരിൽ പേരിന് മാത്രമാണ് എതിർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. അത്ര ശക്തമാണ് CPM അവിടെ. CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളുള്ള പയ്യന്നൂർ, CPM-ന്റെ വിപ്ലവ സ്മരണകൾ ഉറങ്ങുന്ന പയ്യന്നൂർ. ആ പയ്യന്നൂരിൽ മധുസൂദനെതിരായി കുഞ്ഞികൃഷ്ണൻ എത്തുമ്പോൾ പോരാട്ടം തീപാറും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. എന്തായാലും കുഞ്ഞികൃഷ്ണൻ UDF സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ മധുസൂദനെ സംബന്ധിച്ചിടത്തോളം തീപാറുന്ന പോരാട്ടം നടത്തേണ്ടി വരും എന്നുള്ളത് ഉറപ്പ്. UDF കുഞ്ഞികൃഷ്ണന് പിന്തുണ നൽകി കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിലേക്ക് പോകും എന്നുള്ളതും ഉറപ്പ്.